വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് പേരയ്ക്കാപ്പള്ളി ഇലാഹിയ പോളിടെക്നിക് കോളേജ് അക്കാദമിക് പ്രതിഭകൾക്ക് അക്ഷരഗോപുരമാകുന്നു. വ്യവസായിക സംരംഭങ്ങൾ നിരവധിയുള്ള ഒരു നാടിന്റെ മേൽവിലാസം കൂടിയാണ് ഈ കലാലയം. വിദഗ്ധരായ അധ്യാപകരും മികച്ച പഠന സൗകര്യങ്ങളും ആധുനിക സംവിധാനങ്ങളും ഇലാഹിയ കോളേജിലെ പഠന രീതികളെ നമ്പർ 1 ആക്കുന്നു. വരിക അത്ഭുതകരമായത് എന്ന് മാത്രം വിശേഷിപ്പിക്കാനാവുന്ന ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അപൂർവ സവിശേഷതകളുടെയും വ്യത്യസ്തത നിറഞ്ഞ ക്യാമ്പസ് കാഴ്ചകളുടെയും ദൃശ്യാനുഭവങ്ങളിലൂടെ ഒന്ന് പോയി വന്നാലോ? നമ്മിലും കണ്ണീരില്ലേ, നോവിലും കൂട്ടല്ലേ, കൂട്ടിലും പാട്ടല്ലേ, മുല്ലനിലാവിൽ കന്നിവെയിലിൽ വിരൽ തുമ്പിൽ ആരോമലായി മുല്ല നിന്മുല്ല എന്നുള്ള ഓരോരോ കാലം തന്ന മുല്ല എന്നെഞ്ചില്ലാലോലം പൂമുല്ല എന്നിലെ മോഹങ്ങൾ മരിക്കുകയില്ല എന്നെന്നുമെൻ ചാരമുല്ല. പോളിടെക്നിക് പരീക്ഷാഫലത്തിന്റെ കാര്യമെടുക്കുക. സെൽഫ് ഫിനാൻസിംഗ് കോളേജ് വിഭാഗത്തിൽ കേരള സ്റ്റേറ്റ് ലെവലിൽ 8ാം സ്ഥാനത്തിന്റെ തലയെടുപ്പ്. എറണാകുളം ജില്ലാതലത്തിൽ ഏറ്റവും മുന്നിലെത്തിയതിന്റെ തിളക്കം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് 100% വിജയത്തോടെ സംസ്ഥാനതലത്തിൽ 1ാം സ്ഥാനം എന്ന നേട്ടത്തിന്റെ തലപ്പൊക്കം. വർക്ക്ഷോപ്പുകളുടെയും ലാബിതര സൗകര്യങ്ങളുടെയും മറ്റും കാര്യത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സന്നാഹങ്ങൾ പോളിടെക്നിക് ക്യാമ്പസായി കൺവെർട്ട് ചെയ്തിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ തന്നെ മേഖലയിലെ മറ്റേതൊരു സ്ഥാപനത്തെയും വെല്ലുവിളിക്കാൻ സജ്ജമായ അതിഗംഭീരമായ ഇൻഫ്രാസ്ട്രക്ചറും പഠനാന്തരീക്ഷവും. പരമ്പരാഗതമായ മൂല്യങ്ങളിൽ വേരൂന്നിക്കൊണ്ട് തന്നെ ഗ്ലോബലായ കാഴ്ചപ്പാടുകളോടെ സമഗ്രമായ നവീകരണം പ്രാവർത്തികമാക്കി അന്താരാഷ്ട്ര നിലവാരത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നേതൃസ്ഥാനം എന്ന മഹത്തായ ദർശനം മുൻനിർത്തിയുള്ള നടപ്പു രീതികൾ. ഇത്രയുമൊക്കെ പറഞ്ഞു വരുന്നത് IPC എന്ന ഇലാഹിയ പോളിടെക്നിക് കോളേജിനെ കുറിച്ച് തന്നെ. മൂവാറ്റുപുഴ പെരുമ്പാവൂർ റോഡിൽ പേരയ്ക്കാപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് അല്പം ദൂരെ മാറി പ്രശാന്ത സുന്ദരമായ ഗ്രാമീണ അന്തരീക്ഷത്തിലെ ഒരു കുന്നിൻപുറത്തെ 11 ഏക്കറിലധികം വിസ്തൃതമായ പ്രദേശത്ത് പ്രൗഢഗംഭീരമായ 10,000-കണക്കിന് ചതുരശ്ര അടി വിസ്തീർണത്തിലായി പരന്നു കിടക്കുന്ന കെട്ടിട സമുച്ചയങ്ങളുമായി ആരെയും ആദ്യ കാഴ്ചയിൽ തന്നെ ആകർഷിക്കുന്ന ഒരു ക്യാമ്പസ്. ഇതാണ് ഇലാഹിയ പോളിടെക്നിക് കോളേജ് അഥവാ IPC. ഏറ്റവും കുറഞ്ഞ ഭാഷയിൽ വിശേഷിപ്പിച്ചാൽ ഇലാഹിയ പോളിടെക്നിക് കോളേജ് വ്യാവസായിക സംരംഭങ്ങളുടെ നിറഞ്ഞ സാമീപ്യമുള്ള ഒരു വലിയ നാടിന്റെ ആകെ മേൽവിലാസം ആകുന്നു എന്ന് പ്രസ്താവിക്കേണ്ടി വരും. നോക്കൂ, IPCയുടെ മുഖ്യ കവാടം കടന്നാൽ ഇടതുവശത്തായി ചെറുമീനുകളാൽ സമൃദ്ധമായ ജലാശയത്തിന്റെ കാഴ്ച എത്ര കടുത്ത മാനസിക സമ്മർദ്ദത്തെയും ലഘൂകരിക്കാൻ പോന്നതത്രേ. അതിവിശാലമായ റിസപ്ഷൻ ലോബിയിൽ പ്രവേശിക്കുമ്പോൾ നമുക്കേറെ ഇഷ്ടപ്പെട്ട ഒരിടത്ത് എത്തിച്ചേർന്ന തോന്നൽ. 18ാം വയസ്സിൽ എഞ്ചിനീയറാക്കി മാറ്റി ഭാവി ശോഭനമാക്കുന്ന ജോലി കരസ്ഥമാക്കാൻ പ്രാപ്തരാക്കുന്നു എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിക്കുന്ന IPC മൂവാറ്റുപുഴ ഇലാഹിയ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 2020 പ്രവർത്തനം ആരംഭിച്ചതാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സിവിൽ, മെക്കാനിക്കൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എന്നീ 7 എഞ്ചിനീയറിംഗ് ശാഖകളിൽ ത്രിവത്സര ഡിപ്ലോമ പഠനത്തിന് അവസരം. ന്യൂഡൽഹി AICTE, കേരള സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയുടെ അഫിലിയേഷൻ. SSLC പാസ്സായവർക്ക് നേരിട്ടും VHSC +2 സയൻസ് കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രിയിലും പ്രവേശനം. SSLC +2 സയൻസ് ഏതിലെങ്കിലും ഫുൾ A+ കിട്ടിയ ആദ്യം അപേക്ഷിക്കുന്ന 10 പേർക്ക് ഫ്രീ ആയി, അതായത് 100% സ്കോളർഷിപ്പോടെ പഠിക്കാൻ അവസരം. ഗവൺമെന്റ് അംഗീകൃത ഫീസ് നിരക്കുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യം. 6 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ പ്രാദേശിക മേഖലകളെ ഉൾക്കൊള്ളിച്ച് എല്ലാ പ്രധാന റൂട്ടുകളിലും കോളേജ് ബസ്സുകൾ മുഖേനയുള്ള ഗതാഗത സൗകര്യം. പ്രത്യേക വിഭാഗങ്ങൾക്ക് ഫീസ് ആനുകൂല്യവും ഭക്ഷണവും.
100% പ്ലേസ്മെന്റ്, തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഇലാഹിയ പോളിടെക്നിക് കോളേജിന്റെ നിരവധിയായ പ്രത്യേകതകളെക്കുറിച്ച് ഇനി IPC ചെയർമാൻ KY സാദിഖ് മുഹമ്മദ് പറയട്ടെ. ഇലാഹിയ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള 7ാമത് സംരംഭമായ ഇലാഹിയ പോളിടെക്നിക് കോളേജ് ഏതാണ്ട് 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. 2 ബാച്ച് കുട്ടികളാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നിറങ്ങിയത്. ഇപ്പോൾ ഈ വർഷം, കഴിഞ്ഞ വർഷം മുതൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് എന്നിങ്ങനെ 7 ബ്രാഞ്ചുകളാണുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കേരളത്തിൽ ഒന്നാമത് ഫുൾ റിസൾട്ട്, അതായത് എഴുതിയ എല്ലാ കുട്ടികളും പാസ്സായിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ജില്ലാ ഫേസിൽ കേരളത്തിൽ 8ാം സ്ഥാനവും എറണാകുളം ജില്ലയിൽ സെൽഫ് ഫൈനാൻസിങ്ങിൽ 1ാമത്തെ സ്ഥാനവുമാണ് കഴിഞ്ഞ റിസൾട്ട് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മളുടെ ആപ്തവാക്യം പറയുന്നത് 18ാമത്തെ വയസ്സിൽ എഞ്ചിനീയറാക്കാം, ഇലാഹിയയിൽ നിന്നൊരു ജോലിയും കരസ്ഥമാക്കി തരാം എന്നുള്ളതാണ് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉറപ്പ്. നമ്മൾ ഫുൾ A+ വാങ്ങി ആദ്യം വരുന്ന 10 കുട്ടികൾക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഫുള്ളായിട്ട് ഇലാഹിയ ട്രസ്റ്റിൻ്റെ സ്കോളർഷിപ്പോട് കൂടി ഫ്രീ ആയിട്ട് പഠിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് ഫീസാണ് നമ്മൾ ഈടാക്കുന്നത്. ഈ 2024-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ലാറ്ററൽ എൻട്രിയിലേക്ക് കുട്ടികളെ ഇപ്പോൾ എടുക്കുന്നത് +2 പാസ്സായി സയൻസ് ഗ്രൂപ്പ് ഉള്ളവർക്കും VHSC ITI പാസ്സായവർക്കും 2 വർഷത്തെ ലാറ്ററൽ എൻട്രിയിൽ പഠിക്കാം. 10ാം ക്ലാസ് പാസ്സായവർക്ക് റെഗുലറായിട്ട് 3 വർഷത്തെ കോഴ്സും ആണ് നടക്കുന്നത്. എല്ലാവർക്കും അഡ്മിഷൻ ഇപ്പോൾ ലഭ്യമാണ് ഈ മുകളിൽ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും. ക്യാമ്പസിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഇത് IPC ഓഫീസ്. ഭരണപരമായ നിർവഹണ സജ്ജീകരണങ്ങളും ക്യാഷ് കൗണ്ടറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കാര്യാലയവും ഇവിടെ പ്രവർത്തിക്കുന്നു. ഓഫീസിനോട് ചേർന്ന് തന്നെയാണ് കോളേജ് സ്റ്റോർ സേവനം. സ്റ്റേഷനറി സാധനങ്ങൾ കൂടാതെ റിപ്രോഗ്രാഫി സർവീസും സ്റ്റോറിൽ ലഭ്യമാണ്. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക, വ്യാപാര മേഖലകളിൽ നിന്നുള്ള ദീർഘദർശികളായ ഒരു പറ്റം വ്യക്തികൾ സേവന സന്നദ്ധത മുഖമുദ്രയാക്കി 1993 രൂപം കൊടുത്ത് ഇന്ന് ഏറ്റവും മികച്ചവയിൽ ഒന്ന് എന്ന് അവകാശപ്പെടാവുന്ന ഇലാഹിയ ട്രസ്റ്റിനെയും ട്രസ്റ്റിന്റെ 7ാമത്തെ വിദ്യാഭ്യാസ സ്ഥാപനമായ പോളിടെക്നിക് കോളേജിന്റെ പ്രത്യേകതകളെയും കുറിച്ച് മാനേജർ M. അബ്ദുൽ ഖാദർ വിശദീകരിക്കുകയാണ്. ഇലാഹിയ പോളിടെക്നിക്ക് ഇലാഹിയ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള 9ാമത്തെ സ്ഥാപനമാണ്. ഇലാഹിയ ട്രസ്റ്റ് 1993 ഫോം ചെയ്തത്. ഇലാഹിയ ട്രസ്റ്റിൻ്റെ കീഴിൽ ആർട്സ് കോളേജ് വർക്ക് ചെയ്യുന്നുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് വർക്ക് ചെയ്യുന്നുണ്ട്, പോളിടെക്നിക്ക് വർക്ക് ചെയ്യുന്നു, MCA MBA കോളേജ്, CBSE സ്കൂള്, ഏകദേശം 2000-ഓളം കുട്ടികൾ പഠിക്കുന്ന CBSE സ്കൂള്, ഈ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂൾ ഇൻ ദി എറണാകുളം ജില്ല. ഞങ്ങൾ അതേപോലെ തന്നെ ഒരു LP സ്കൂൾ റൺ ചെയ്യുന്നുണ്ട്. ആ LP സ്കൂളിലെ കുട്ടികൾക്ക് കംപ്ലീറ്റ് ഫ്രീ ആണ്. അവർ എവിടെ നിന്ന്, ഈ മൂവാറ്റുപുഴ താലൂക്കിൻ്റെ സറൗണ്ടിങ്ങിൽ നിന്ന് എവിടെ നിന്ന് ഞങ്ങളുടെ LP സ്കൂളിൽ പഠിക്കാൻ വരുന്നു, ആ കുട്ടികൾക്ക് വീട്ടിൽ പോയി ആ കുട്ടികളെ സ്കൂൾ വരെ എത്തിക്കുന്നതിന് നോമിനലായിട്ടുള്ള ഫീസ് മാത്രമേ വാങ്ങിക്കുള്ളൂ. വൺ ഓഫ് ദി ബെസ്റ്റ് ട്രസ്റ്റ് ഇൻ സ്റ്റേറ്റ് ഇലാഹിയ ട്രസ്റ്റ്, അത് ഞങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റും. ഞങ്ങൾ ഇവിടെ പോളിടെക്നിക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ബാച്ച് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഞങ്ങളുടെ 2ാമത്തെ എഞ്ചിനീയറിംഗ് കോളേജായിരുന്നു ഇത് ഞങ്ങൾ പോളിടെക്നിക്കായിട്ട് കൺവേർട്ട് ചെയ്തു. ഇവിടെ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിങ്ങൾ പേരൻസ് ആർക്ക് വേണമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു കുട്ടിയെ ഞങ്ങൾ ചേർക്കാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ പേരൻറ്റിന് ഞങ്ങളുടെ വർക്ക്ഷോപ്പുകളെല്ലാം വിസിറ്റ് ചെയ്യാനും ഞങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് ബോധ്യപ്പെടാൻ ആ പേരൻറ്റിനും സ്റ്റുഡൻറ്റിനും ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കും. ഏറ്റവും നല്ല ഒരു മെക്കാനിക്കൽ വർക്ക്ഷോപ്പുണ്ട്, ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പുണ്ട്, സിവിലിൻ്റെ വർക്ക്ഷോപ്പുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ ഉണ്ട്. എല്ലാ ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള വർക്ക്ഷോപ്പുകളാണ്. നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഞങ്ങൾ സ്കോളർഷിപ്പും കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ട്രസ്റ്റ് എന്ന് പറയുന്ന സർവീസ് മോട്ടോ ഇതാണ്. ലാഭം ഇതിൽ നിന്ന് ഞങ്ങൾ ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇവിടെയുള്ള അധ്യാപകർ, ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത പ്രിൻസിപ്പളാണ് ഇപ്പോൾ ഉള്ളത്. വളരെ നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള, ലാസ്റ്റ് വയനാട് പോളിടെക്നിക്കിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത പ്രിൻസിപ്പളാണ്
ഞങ്ങളുടെ പോളിടെക്നിക്കിൻ്റെ പ്രിൻസിപ്പൾ. അതേപോലെ HODമാരാണെങ്കിലും ഫാക്കൽറ്റി അംഗങ്ങളാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആൾക്കാരെ മാത്രമേ ഞങ്ങൾ ഇവിടെ എടുക്കാറുള്ളൂ. ആർട്ടിഫിഷ്യൽ ആൻഡ് ഇന്റലിജൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസിന്റെ ഡിജിറ്റൽ ക്ലാസ് റൂമാണ് ഈ കാണുന്നത്. തിയറി ക്ലാസുകൾ സംഘടിപ്പിക്കാനുള്ള ഒട്ടനവധി ലെക്ചർ ഹാളുകൾ, കമ്പ്യൂട്ടർ ലാബ്, ഫസ്റ്റ് എയ്ഡ് ആൻഡ് സിക്ക് റൂം, വിദ്യാർത്ഥികൾക്ക് പഠനഭാരവും മാനസിക സമ്മർദ്ദവും മറ്റും കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അയവ് വരുത്താൻ സുപ്രധാന ഘടകമായ കൗൺസിലിംഗ് റൂം, കായിക വിനോദ പരിശീലനത്തിന് മികച്ച പ്ലേ ഗ്രൗണ്ട്, KTU എക്സാം സെൽ എന്നിങ്ങനെ ഓരോരോ കാര്യങ്ങളും മാനദണ്ഡങ്ങൾ പ്രകാരം വിദഗ്ധമായി ഒരുക്കിയിട്ടുണ്ട് IPC ക്യാമ്പസിനുള്ളിൽ. പ്രൊഫഷണൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മുൻനിര സാന്നിധ്യമായി നിലകൊള്ളുന്ന സ്വാശ്രയ കോളേജായ പേഴയ്ക്കാപ്പള്ളി ഇലാഹിയ പോളിടെക്നിക്കിന്റെ തിളക്കമാർന്ന പ്രൊഫൈലിനെ പറ്റി കോളേജിന്റെ നിലവിലെ സാരഥിയായ പ്രിൻസിപ്പൽ CP സുരേഷ് കുമാറിന് ആധികാരികമായി ചിലത് പറയാനുണ്ട്. കേരള സർക്കാരിൻ്റെ സാങ്കേതിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പോളിടെക്നിക്കുകളിൽ ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയും ഉയർന്ന വിദ്യാഭ്യാസ വിജയ ശതമാനത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ് എറണാകുളം ജില്ലയിലെ പേഴയ്ക്കാപ്പള്ളിയിൽ പ്രവർത്തിച്ചു വരുന്ന ഇലാഹിയ പോളിടെക്നിക് കോളേജ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉന്നത നിലയിലുള്ള പ്രൊഫഷണൽ തൊഴിൽ അഭ്യസിക്കുവാനും അതുവഴി അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുവാനും ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം 7 കോഴ്സുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിങ്ങനെ 7 കോഴ്സുകൾ ഇവിടെ നടത്തി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച വിജയം നേടിയ സ്വാശ്രയ കോളേജും സംസ്ഥാന തലത്തിൽ നിലവിലുള്ള കോളേജുകളിൽ സ്വാശ്രയ കോളേജുകളിൽ 6ാം സ്ഥാനവും നേടുവാനായിട്ട് ഇലാഹിയ പോളിടെക്നിക് കോളേജിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളും പരിചയസമ്പന്നരായ അധ്യാപകരും മികച്ച മാനേജ്മെൻറ്റും കൂടി ചേർന്നാണ് ഈ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് ഇത്തരത്തിലൊരു വിജയം നേടുവാനായിട്ട് നമുക്ക് കഴിഞ്ഞത്. പാഠ്യ പദ്ധതികളോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുവാനായിട്ട് നമ്മുടെ കോളേജിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രത്യേകം പറയേണ്ട കാര്യമാണ്. ഉന്നത നിലവാരമുള്ള ഒരു സിനിമ തിയേറ്ററിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന 1ാം തരം ഓഡിറ്റോറിയം, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ലാബ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്, ട്രെയിനിങ് ഹാൾ, വിദഗ്ധ അധ്യാപകരുടെ ഫാക്കൽറ്റി അണിനിരക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് എംബഡഡ് സിസ്റ്റം ലാബ്, ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലാബ്, DDU GKY ക്ലാസ് റൂം, കോഫി എന്ന് പേരിട്ടിരിക്കുന്ന ഭക്ഷണശാല, ഇവയോരോന്നിനും IPC ക്യാമ്പസിന്റെ മെയിൻ ഘടനയിൽ തനതായ സ്ഥാനമുണ്ട്. നോക്കൂ, അനന്തമായ അറിവിന്റെ നിധിപേടകങ്ങളായ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെയും പ്രിന്റഡ് പ്രസിദ്ധീകരണങ്ങളുടെയും അതിവിപുലമായ ശേഖരമാണ് ഇതാ ഈ ലൈബ്രറിയിൽ IPC വിദ്യാർത്ഥികളെയും സ്റ്റാഫിനെയും കാത്തിരിക്കുന്നത്. റീഡിംഗ് ഏരിയ, ഡിജിറ്റൽ ലൈബ്രറി, റഫറൻസ് സെക്ഷൻ, ജേണൽസ്, ന്യൂസ് പേപ്പർ ഏരിയ, പീരിയോഡിക്കൽസ്, സർക്കുലേഷൻ സെക്ഷൻ എന്നിങ്ങനെ എല്ലാം വളരെ കൃത്യതയോടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ ബൃഹത് ഗ്രന്ഥശാലയിലെ സജ്ജീകരണങ്ങളുടെ ദൃശ്യങ്ങൾ പ്രജ്ഞയിൽ പൊലിമയാർന്നു നിറയുന്നവയത്രേ. എക്സ്പെരിമെന്റുകൾക്കായി 7 ബെഞ്ചുകൾ പ്രത്യേക വിഭാഗങ്ങളായി സജ്ജീകരിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലാബിൽ. അതേസമയം ഈ കാണുന്ന ഇലക്ട്രിക്കൽ ലാബുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെഷീൻസ് ലാബ് എന്നിവയും സംയോജിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇനി ഏതൊരാളിലും തെല്ലൊരു കൗതുകം ജനിപ്പിക്കുന്ന ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഒന്ന് കണ്ടുവരാം. വിദഗ്ധ പഠനത്തിനായി ഒരു കാർ മുഴുവനായി തന്നെ പ്രദർശിപ്പിച്ചിരിക്കുന്നതോടൊപ്പം വാഹനങ്ങളുടെ എല്ലാ യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങളുടെ മോക്ക് ലേഔട്ട്, ഗിയർ ലിവറും ഗിയർ ബോക്സും, വാഹന സംബന്ധിയായ സർവ്വതും പഠന പരീക്ഷണാർത്ഥം ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ സമാഹരിച്ചിരിക്കുന്നു. സിവിൽ വിഭാഗത്തിനു കീഴിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ലാബ്, ട്രാൻസ്പോർട്ടേഷൻ ലാബ്, സർവേ ലാബ്, ഇപ്രകാരം 3 പരീക്ഷണശാലകൾ പ്രവർത്തനക്ഷമമാണെന്ന് നിരീക്ഷിക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെക്ഷനിലാവട്ടെ മെയിൻ ഷോപ്പ് ആൻഡ് അഡ്വാൻസ്ഡ് ടൂൾസ് ലാബിൽ ലെയ്ത്തുകളും ഷേപ്പിംഗ് മെഷീനുകളും മറ്റും ഉൾപ്പെടെയുള്ള യന്ത്രക്കാഴ്ചകളുടെ ആധിക്യം അനുഭവവേദ്യമാകുന്ന ഒരു വിരുന്ന് തന്നെ ആണെന്ന് പറയേണ്ടി വരും. കൂടാതെ പൈപ്പ് ഫ്രിക്ഷൻ അപ്പാരറ്റസ്,
വെഞ്ചുറി ഓറിഫസ് മീറ്റർ, പൈപ്പ് ഫിറ്റിംഗ്സ് ആൻഡ് വാൽവ്സ് ഡിസ്പ്ലേ, ഫ്രാൻസിസ് ടർബൈൻ, ഓറിഫസ് അപ്പാരറ്റസ്, ജെറ്റ് പമ്പ്, സെൻട്രിഫ്യൂജൽ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, പെൽട്ടൺ വീൽ, 4-stroke 4-cylinder ഡീസൽ എഞ്ചിൻ, ഡയഗ്രങ്ങൾ, ചാർട്ടുകളും മോക്ക് ലേഔട്ടുകളും, ഹോണ്ട സിംഗിൾ സിലിണ്ടർ 4-stroke പെട്രോൾ എഞ്ചിൻ, 2-stage എയർ കംപ്രസർ എന്നുവേണ്ട യന്ത്ര സംവിധാനങ്ങളുടെ നീണ്ട നിര തന്നെ തയ്യാറാക്കിയിരിക്കുന്ന മെക്കാനിക്കൽ സെക്ഷന്റെ ഉപവിഭാഗങ്ങളായി തെർമൽ ലാബ്, ഫ്ലൂയിഡ് ലാബ്, മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ് എന്നിവ ഒപ്പം തന്നെയുണ്ട്. ഏറ്റവും മാതൃകാപരമായി ഏറ്റവും പുതിയവയെ വളർത്തുക എന്ന നവീനാശയത്തിന് ഏറ്റവും അനുകൂലമായ നിലപാടുകളുമായി IPCയെ സർവാത്മന പിന്തുണയ്ക്കുന്ന ഇലാഹിയ ട്രസ്റ്റ് മാനേജ്മെന്റിന്റെ പോസിറ്റീവ് സ്പിരിറ്റ് തികച്ചും അഭിനന്ദനാർഹമത്രേ. കേരള സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഗണത്തിൽ മുൻനിരയിൽ വേറിട്ട സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള സ്വാശ്രയ കോളേജായ മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളി ഇലാഹിയ പോളിടെക്നിക്കിന്റെ സമാനതകളില്ലാത്ത വിഭവസമ്പന്നമായ ക്യാമ്പസിലെ പഠന പാഠ്യേതര പശ്ചാത്തല സൗകര്യങ്ങളിലൂടെയുള്ള ഈ സഞ്ചാരം ചുരുക്കുമ്പോൾ ഉറപ്പായി ബോധ്യപ്പെടുന്ന സംഗതി ഒന്നു മാത്രം: മൂല്യാധിഷ്ഠിതമായ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, പ്രൊഫഷണലിസം, സർവ്വമേഖലയിലുമുള്ള മികവും മേന്മയാർന്ന പെർഫോമൻസും, വിജയശതമാനം, ഇൻഫ്രാസ്ട്രക്ചർ, സാമൂഹിക പ്രതിബദ്ധത, സ്ഥിരതയുള്ള നവീകരണവും പുതുമകളും, അനുകൂലമായ ഭൗതിക സാഹചര്യങ്ങൾ, എന്തെല്ലാം മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി വിലയിരുത്തിയാലും കൗമാരത്തിന്റെ വൈജ്ഞാനിക സ്വപ്നങ്ങൾക്ക് വർണ്ണശബളമായ ചിറകുകളുടെ കരുത്തും പ്രതീക്ഷയും പകർന്നു നൽകി അപരാജിതമായി മുന്നേറ്റത്തിന്റെ കുതിപ്പ് തുടരുന്ന IPC ഒന്നാമത് തന്നെ കൺവിൻസിംഗ്ലി നമ്പർ 1. അതെ, ഇലാഹിയ പോളിടെക്നിക് കോളേജ് നമ്പർ 1. ബിസിനസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.